ഫാസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജ്മെന്റും ഇഡിയുടെ ചോദ്യമുനയിലേക്ക്. മാനേജ്മെന്റ് അംഗങ്ങൾക്കും ഡോക്ടർമാർക്കും സമൻസ് നൽകി അവയവ കച്ചവട റാക്കറ്റുമായുള്ള ഇടപാടുകളിലാണ് പരിശോധന. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ലേക്ക് ഷോർ ആശുപത്രി അധികൃതരുടെ മൊഴികളിൽ വ്യക്തതയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഇഡിയുടെ പിടി കുറച്ച് മുറുക്കുകയാണോ? പ്രത്യേകിച്ച് ലേക്ക് ഷോറിലെ MD അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി, പക്ഷേ ഡോക്ടർമാരുടെയും MDയുടെയും ഒന്നും മൊഴികളിൽ വ്യക്തതയില്ല എന്നതാണോ ഇഡിയുടെ നീക്കം? ഇഡി ഒരു വരവ് കൂടി വരുമോ ലേക്ക് ഷോറിൽ? ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റും ഇഡിയുടെ അന്വേഷണത്തിന്റെ ചോദ്യമുനയിലാണോ ശരൺ? അരുൺകുമാർ, ഇക്കാര്യത്തിൽ ഇഡി പിടിമുറുക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം വലിയ രീതിയിലുള്ള റെയ്ഡ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. അത് ലേക്ക് ഷോർ ആശുപത്രി, ഒപ്പം മെഡിക്കൽ ട്രസ്റ്റ് അടക്കമുള്ള ആശുപത്രികളിൽ റെയ്ഡുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ അവർ തീരുമാനിച്ചിരുന്നത് ഈ ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളിലേക്ക് പോകാനാണ്. അത് പ്രത്യേകിച്ച് ചോദ്യം ചെയ്യലിലേക്ക് പോകാനായിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്ന് ചില രേഖകൾ, അത് നിയമവിരുദ്ധമായിട്ടുള്ള ശസ്ത്രക്രിയയുടെ രേഖകൾ അടക്കം അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലേക്ക് ഷോർ ആശുപത്രിയുടെ MDയെയും ഡോക്ടർമാരെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു ആശുപത്രി മാനേജ്മെന്റ് കൂടി ഇഡിയുടെ ചോദ്യമുനയിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. അത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി അധികൃതരാണ്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ മാനേജ്മെന്റ് അംഗങ്ങൾക്കും ഡോക്ടർമാർക്കുമാണ് ഇപ്പോൾ സമൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിലെ മുഖ്യ പ്രതിയായ മുഹമ്മദ് നജീബ് നേതൃത്വം നൽകുന്ന അവയവ കച്ചവട റാക്കറ്റുമായി ഈ ആശുപത്രികൾക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. പലപ്പോഴും തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ഈ ഏജന്റുമാർക്ക് കമ്മീഷൻ പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥിരീകരണം കൂടിയാണ് ഇപ്പോൾ ഇഡി നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഈ മാനേജ്മെന്റ് അംഗങ്ങളുടെ ചോദ്യം ചെയ്യലിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ലേക്ക് ഷോർ ആശുപത്രി അധികൃതരെയും ഡോക്ടർമാരെയൊക്കെ തന്നെ ഇഡി ചോദ്യം ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള മൊഴികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇഡി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ആശുപത്രികളും അവയവ കച്ചവട റാക്കറ്റുമായുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് ഇഡി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇഡി കണ്ടെത്തിയിരുന്നത് പലപ്പോഴായിട്ട് ഈ കമ്മീഷൻ ഏജന്റുമാർക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓരോ തവണ അവയവ ദാതാവിനെയും സ്വീകർത്താവിനെയും ആശുപത്രിയിൽ എത്തിച്ച പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ ഈ ഏജന്റുമാർക്ക് പോരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞ 3 വർഷത്തോളം ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നതിൻ്റെ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് കൂടിയാണ് ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. വല്ല കാര്യമുണ്ടോ? ആശുപത്രി മാന്യമായിട്ടൊക്കെ ചികിത്സയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇതേപോലെ ഇഡിയുടെ ചോദ്യമുനയൊക്കെ ഉണ്ടാകുമായിരുന്നു. അനാവശ്യമായിട്ട് ചില ഇടപാടുകളൊക്കെ നടത്തി എന്നുള്ളതാണ് ഇഡിയുടെ സംശയം ഇഡി ദൂരീകരിക്കട്ടെ. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് ഇഡിയുടെ ആദ്യത്തെ നിഗമനം. എന്തായാലും അതിൽ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്തണം കേട്ടോ. കാരണം വളരെ മനുഷ്യത്വപരമായി നമ്മൾ തുടങ്ങിയ വലിയൊരു പദ്ധതിയാണല്ലോ ഈ അവയവദാനം. അതുമായി ബന്ധപ്പെട്ട് അതിനിടയിലൊക്കെ ചില ആളുകളൊക്കെ പൈസ ഇടിച്ചുകൊണ്ട് പോയി എന്നുള്ള വിവരമാണ്